ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫാമിലി. കാശിക്കൊണ്ട നോട്ടം കണ്ടോ? അപ്പൊ നമ്മൾ ഇന്നും പുറത്തോട്ട് പോവാം. ഒരു നൈറ്റ് ഔട്ടിങ്. നമുക്ക് എറണാകുളത്ത് ഒരു നൈറ്റ് ലൈഫ് കാണാം. കുറേ ആയി എന്ന് വെച്ചാൽ വാവ വരുന്നതിന് മുമ്പാണെന്ന് തോന്നുന്നു എറണാകുളത്തെ നൈറ്റ് വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരു 2 വർഷം മുമ്പേ ആണ് നമ്മൾ യൂട്യൂബിൽ നൈറ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തത്. എറണാകുളത്തെ, കൊല്ലത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ എറണാകുളത്ത് കണ്ടിട്ടില്ലല്ലോ. അപ്പം ഞാനും ഗോകുവിൻ്റെ ചേച്ചിയും കാശിക്കുട്ടനോടാണ് പോകാൻ പോണത്. നമ്മുടെ വണ്ടി ഇന്നലെ പണി നിന്ന് കേട്ടോ. ഇന്നൊരു സ്പെഷ്യൽ പ്രത്യേകത, ഇന്ന് നമ്മളെ വണ്ടിയില്ല. സോ നമ്മൾ ഇന്ന് യൂബർ എടുത്തിട്ടാണ് പോണത്. ഇന്നലെ രാത്രി ഞങ്ങൾ ഇതേ കണക്ക് ഒരു ഔട്ടിങ്ങിന് പോയതാണ്. ചായ കുടിക്കാൻ പോയതാട്ടോ. ഇവിടുന്ന് നമ്മുടെ വീട് വരുന്നത് തൃപ്പൂണിത്തറയാണ്. ഇവിടുന്ന് ഞങ്ങൾ കാക്കനാട് വരെ പോയതാണ്. തിരിച്ചു വന്ന വഴിക്ക് വണ്ടി ബ്രേക്ക് ഡൗൺ. എന്തിനു പറ്റിയത്? അത് ഡീകാർബൺ ചെയ്യാനായി വണ്ടി. അപ്പം അതിങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ പ്രശ്നമല്ല, ഫ്രണ്ടിലെ ഓട്ടോമാറ്റിക് അല്ലേ, ഫ്രണ്ടിൽ സെൻസറിൻ്റെ കംപ്രസർ ഓവർ ഹീറ്റായി. സോ പിന്നെ കൊല്ലത്ത് അങ്ങനെ അതിൻ്റെ പണിയായിരിക്കും അത്ര വലിയായിട്ട് കാര്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ എറണാകുളത്ത് കൊടുത്തു. അപ്പം നമുക്ക് ഇന്നും നാളെ ആവശ്യമില്ല, കാരണം നമ്മൾ നാളെ രാത്രിയല്ലേ മറ്റന്നാൾ രാവിലെ ചെന്നൈയിലേക്ക് പോവാം. അപ്പൊ എന്തായാലും അറിഞ്ഞില്ലല്ലേ, എന്തായാലും ഇനിയിപ്പോ നേരത്തെ വഴിക്കാണ്. ഇനി ഫുള്ള് ട്രാവൽ ചെയ്യാണ്. തമിഴ്നാട് വ്ളോഗ്സ് ആയിരിക്കും നമ്മൾ കാണാൻ പോണത്. കാര്യം ഞങ്ങൾ ചെന്നൈയിലേക്കാണ് പോകാൻ പോണത്. ചെന്നൈയിൽ നിന്ന് വന്നിട്ട് നേരെ കൊല്ലത്ത് നിന്ന് നേരെ പഴനി പോകാനായിട്ട് പ്ലാൻ ഉണ്ട്. ചെന്നൈയിൽ ആയിരുന്നു നമ്മള്. കല്യാണത്തിന് മുമ്പ് ഇവര് ചെന്നൈയിലായിരുന്നു, ഫ്ലാറ്റ് ഉണ്ട് അവിടെ. അപ്പൊ ഇപ്പൊ ചെന്നൈ ഒന്നും പോകാത്തോണ്ട് ആ ഫ്ലാറ്റ് നമ്മള് കൊടുത്തു. ഭയങ്കര മിസ്സിങ് ആണ്. ഞാൻ കല്യാണത്തിന് മുമ്പ് ഞാൻ പോയിട്ടുണ്ട് കേട്ടോ അവരുടെ ഫ്ലാറ്റിൽ. കാര്യം കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ സാരി എടുക്കാൻ, വെഡ്ഡിങ് സാരി എടുക്കാൻ വേണ്ടിയിട്ട് കാഞ്ചീപുരത്ത് നിന്നാണ് എൻ്റെ സാരി എടുത്തത്. കാഞ്ചീപുരം പോയിട്ടായിരുന്നു എടുത്തത്. അങ്ങനെ കാഞ്ചീപുരത്ത് പോകാൻ വേണ്ടി ഞങ്ങൾ ചെന്നൈയിൽ പോയി നിന്നിട്ടാണ് പോയത്. അങ്ങനെ ഞാൻ ആ ഫ്ലാറ്റിൽ പോയിട്ടുണ്ട്, ഒരു വട്ടം പോയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഫ്ലാറ്റാണ്. ഞങ്ങളുടെ കൊച്ചിന് വാവയ്ക്ക് മുടി കുറവല്ലേ. ഇനി പടലിലൊക്കെ പോയിട്ട് മുട്ടയൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളുടെ വാവയ്ക്ക് മുടിയൊക്കെ വരുവാണേ. ഞങ്ങൾ ഭയങ്കര പ്ലാനിങ്ങിലൊക്കെ ഇരിക്കുകയാണ്. അതൊക്കെ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം. എല്ലാം പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. അതുകൊണ്ടിട്ട് ഞാൻ പിടിച്ചിട്ടുണ്ട്. എനക്ക് ഫ്രണ്ടിൽ വരണം. അപ്പൊ നമുക്ക് എറണാകുളത്ത് നൈറ്റ് വൈബ് കാണാം. ഞാൻ വണ്ണം കുറഞ്ഞു. കാശി വ്ളോഗിൽ സംസാരിക്കുന്നുണ്ടോ? ചില ഉടുപ്പൊക്കെ ഇടുമ്പോഴത്തേക്ക് വണ്ണം കുറഞ്ഞു. ചില ഉടുപ്പൊക്കെ കാശി ചെറുതായിട്ടൊക്കെ സംസാരിച്ചു തുടങ്ങി കേട്ടോ. കുഞ്ഞു കുഞ്ഞു ഇവനെ പപ്പാന്ന് വിളിക്കും, മമ്മാന്ന് ഇതുവരെ വിളിച്ചു തുടങ്ങി. പിന്നെ പാവേനെ നോക്കിട്ട് വാവക്കുട്ടീനെ വാവാ പറയും. അവനെ തന്നെ വാവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ദേവി ദേവൂന്ന് വിളിക്കും. എന്നെ ദേവൂന്ന് വിളിക്കും, അനിയത്തിനെ ദേവിന്ന് വിളിക്കും. വാവ കാശിന്റെ വാവ എവിടെ? വാവ നമുക്ക് കാണാം. അപ്പൊ നൈറ്റ് വ്ലോഗ് കാണാം. കണ്ടില്ലേ, വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ കാശിക്കൂട്ട ഇതേ കണക്ക് സംസാരിച്ചോളൂ കേട്ടോ. നമ്മൾ എറണാകുളത്ത് കാക്കനാടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ പണ്ട് സ്ഥിരം വരുന്നതായിരുന്നു കേട്ടോ. പണ്ട് ഇവിടെ നല്ല വൈബായിരുന്നു, ഇഷ്ടംപോലെ സ്നാക്സും കോഫിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെന്നപ്പോൾ കട്ടൻ ചായ പോലും ഇല്ലാത്ത അവസ്ഥ. ഞങ്ങൾ എന്തായാലും 3 പേര് ഗോകു ഒരു കട്ടൻ കാപ്പി, ഞങ്ങൾ ഓരോ കട്ടൻ ചായയും പറഞ്ഞു. പക്ഷേ ഒരു കർമ്മത്തിന് കൊള്ളില്ല. ചേച്ചി വന്നപ്പോൾ തന്നെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മക്കളെ ഇവിടെ കൊള്ളില്ല, പണ്ടത്തെ പോലെയൊന്നും അല്ല എന്ന്. എങ്കിലും കയറിയതാണ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടുന്ന് ഓരോ കട്ടൻ മാത്രമേ പറഞ്ഞോളൂ, പക്ഷെ കൊള്ളില്ലായിരുന്നു. വാട്ടച്ചായ അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇപ്പം നമ്മൾ വേറൊരു കടയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഫുള്ള് കറക്കം തന്നെ, വണ്ടി ഇല്ലാത്തതുകൊണ്ട് നടന്നുള്ളത്. കാശിക്കുട്ട ജിനേശ്വര അയലുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ദേ കാശിക്കുട്ടിനെ എടുത്തുകൊണ്ട് ചേച്ചി നടപ്പുണ്ട്. അപ്പോൾ ഇതിന് കാശിക്കുട്ടി നല്ല ഉറക്കമായി കേട്ടോ. വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ അവൻ കരഞ്ഞു. അപ്പോൾ ഞാൻ പാൽ കൊടുത്തു, വണ്ടിയിലിരുന്ന് തന്നെ കൊടുത്തപ്പോഴത്തേന് ആൾ ഉറക്കമായി. വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ കാശിക്കുട്ടിന് ഉറക്കമാവും. അതുകൊണ്ടിട്ട് എനിക്ക് വലിയ കുഴപ്പമില്ല. നമ്മൾ നൈറ്റൊക്കെ പുറത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അന്നേരം കാശിക്കുട്ടിന് ഉറങ്ങണം. പിന്നെ നമ്മൾ നമ്മുടെ കാര്യം നോക്കിയിരിക്കാം, പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇത് നമ്മുടെ ഇൻഫോ പാർക്ക് റോഡാണ്.
അത്യാവശ്യം ഈ ഒരു ടൈമിൽ, ഇതിപ്പോൾ 10 മണി ആയിട്ടില്ല, 8:30 9 മണി ആ സമയമായിട്ടുള്ളൂ. ആ സമയമാകുമ്പോഴത്തേനും വണ്ടികളൊക്കെ കുറവായിരിക്കും. പിന്നെ കുറച്ചും കൂടെ രാത്രിയാകുമ്പോൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴും ഒട്ടും ആളുണ്ടാവില്ല. നമുക്ക് ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ പറ്റിയ ഏരിയ ആണ് കേട്ടോ. ഒറ്റ റോഡായിട്ട് കിടക്കുകയാണ്, നമുക്കിതിൽ ഓടിച്ച് പഠിക്കാം. അതുപോലെ തന്നെ ഈവനിങ് വാക്കിനൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കര കംഫർട്ടായിട്ട് നമുക്ക് നടക്കാൻ പറ്റും. പിന്നെ ഇഷ്ടംപോലെ ആൾക്കാരുമാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. കപ്പിൾസ് ഉണ്ടാവും, അതല്ലാതെ ചേട്ടന്മാരൊക്കെ കാണും. പിന്നെ ഇൻഫോ പാർക്കിൽ വർക്കിന് പോണവരുണ്ടാവും. നല്ല തിരക്കായിരിക്കും കേട്ടോ. ഈ ഷോപ്പ് തിരക്കിയാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഷോപ്പ് അടച്ചിട്ടിരുന്നു, കഷ്ടകാലം. ആദ്യത്തെ ഷോപ്പിൽ നിന്ന് ചായയും കിട്ടിയില്ല, രണ്ടാമത്തെ ഷോപ്പിൽ കിട്ടിയതും ഇല്ല. ആ കട ഓപ്പൺ അല്ലായിരുന്നു, സൺഡേ അല്ലായിരുന്നു, അതുകൊണ്ടിട്ട്. പിന്നെ ഞങ്ങളൊരു ഓട്ടോ എടുത്ത് ഇവിടെ അടുത്തുള്ളൊരു മാളിൽ വന്നു. എന്തിനാണ് വന്നതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. എന്തായാലും വന്നപ്പോഴത്തേന് എനിക്ക് കാശിക്കുട്ടിന് 2-3 സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. ബേബി പ്രോഡക്റ്റ്സ് ഉണ്ടല്ലോ, അതൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ഇവിടെയും ഞാൻ വന്നിട്ട് ഏകദേശം 2 വർഷത്തോളമായി. പ്രത്യേകിച്ച് ഇവിടെ ഞാൻ വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ്. ഇതും ഇൻഫോ പാർക്ക് ഏരിയയിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇൻഫോ പാർക്ക് ഏരിയയിൽ ഒരുപാട് മാളുകളും ചെറിയ ചെറിയ മാളുകളൊക്കെ ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് സാധനമൊക്കെ മേടിച്ചിട്ട് ഇറങ്ങിയിട്ട് അതിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ പാനിപ്പൂരി വിൽക്കുന്നൊരു പയ്യൻ്റെ കടയുണ്ടായിരുന്നു. അവന് 16 വയസ്സേ ഉള്ളൂ. ആൾ നല്ല ആക്റ്റീവായിട്ട് കേട്ടോ, എല്ലാം നമ്മളോട് കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 2 സെറ്റ് പാനിപ്പൂരി പറഞ്ഞു. ഞാൻ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ കാശിക്കുട്ട എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിലും അവൻ എൻ്റെ വാലാണ്. ഞാൻ എവിടെ പോയാലും ഇപ്പോൾ എൻ്റെ കൂടെ അവനുണ്ട്. അവനില്ലാത്തൊരു ലോകം ഇല്ല. ആ ഒരു അവസ്ഥയല്ല, സന്തോഷമുള്ള കാര്യമാണ് എൻ്റെ മോൻ എൻ്റെ കൂടെ ഉള്ളത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു ഓട്ടോ ആണ് കേട്ടോ എടുത്തത്. അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ യൂബർ എടുത്ത്, കാറിൽ പോയപ്പം 180 രൂപയും അവിടെ നിന്ന് ഓട്ടോ എടുത്ത് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ 300 രൂപയാണ് ചാർജ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഇതൊക്കെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് സ്പെഷ്യലായിട്ട് മേടിച്ച ഐറ്റം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ആ ഗതയുണ്ടേ. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ജെല്ലിയാണ് കേട്ടോ, പുഡിങ്ങാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് ഞങ്ങൾ എറണാകുളത്തേക്ക് വരുന്ന ദിവസത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാനത് 2 എണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. രാത്രിയിൽ 12 മണി നേരത്താണ് കേട്ടോ ഈ കളി. ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് കുറേ നേരമായി. എന്നിട്ട് കാശിക്കുട്ടിനെ ഉറക്കാനായിട്ട് ഞാൻ കിടത്തിയതാണ്. ഞങ്ങൾ പുറത്ത് പോയപ്പോൾ കാശിക്കുട്ടിന് വാങ്ങിയ ടോയാണ് ഇത്. അത് വെച്ചുള്ള കളിയാണ് കുട്ടീൻ്റെത്. കണ്ട, അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ രാത്രിയിൽ കൊണ്ടുവന്ന് കിടത്തി ഒരു 9:30 ആകുമ്പോഴത്തേന് അച്ഛനെ ഉറങ്ങുന്നതാണേ. എന്നമ്മ എന്നാ കുഞ്ഞെന്താ ഉറങ്ങാത്തേ? ഗോഗു പുറത്ത് പോയതിൻ്റെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ കുട്ടി വ്ലോഗ്. അല്ലേ കാശുകുട്ട? അല്ലേ? ദേവുൻ്റെ പൊന്നിൻ്റെ ദേവുൻ്റെ തങ്കുൻ്റെ ദേവുൻ്റെ കുഞ്ഞാവിൻ്റെ പൊന്നാറ്റിയേ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു നൈറ്റ് വ്ലോഗ്. അല്ലേ കാശുകുട്ട? ബൈ പറ എല്ലാവർക്കും, ബൈ പറ. ബൈ. ഞങ്ങൾ ഇച്ചിക്കൂടെ ആവട്ടെ, ഞങ്ങൾ പറയുവേ. ഇപ്പം ഞങ്ങൾക്ക് ബൈ ഒന്നുമില്ല, അല്ലേ പൊന്ന? അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ അല്ലേ കാശുകുട്ട? അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഞാനിത് ഈവനിങ് ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്, എന്നാലും ഗുഡ് നൈറ്റ് കേട്ടോ. ഞങ്ങൾ വന്നിട്ട് കുറച്ച് നേരമായി. എന്നിട്ട് കാശിക്കുട്ടിനെ ഞാനൊന്ന് മേലൊക്കെ കഴുകിച്ചു. കാശി കുറച്ച് ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. വന്നപ്പോഴത്തേന് ആശാൻ എണീറ്റു. അപ്പോൾ എന്തായാലും ഞാൻ കുളിപ്പിച്ചെടുത്തേക്കാണ്. ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോവുക. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ. കാശി ഗുഡ് നൈറ്റ് ബേബി. ഗുഡ് നൈറ്റ്. ആളിത് ഈ ടോയിൻ്റെ കളിയിലിരിക്കുകയാണ് കേട്ടോ. ഇത് സംഭവം ഒരു മിഠായി ആയിരുന്നു, നമ്മുടെ നാരങ്ങ എന്തോ ജീരക മിഠായി ഉണ്ടല്ലോ, അതിൻ്റെ ടോയിയാണ്. സംഭവം കൊള്ളായിരുന്നു. എന്നാലും കാശിക്കുട്ടിന് ഇഷ്ടമായി, കാശിക്കുട്ട സെറ്റായി. അപ്പോൾ ബൈ, ടാറ്റാ.